നമസ്കാരം. പല ജില്ലകളിലും ഡെങ്കിപ്പനി പടരുന്നതായി കണക്കുകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 17 പേർക്കാണ് കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡെങ്കിപ്പനി ബാധിച്ചത് 47 പേർക്കാണ്. 75 പേരുടെ അന്തിമഫലം ലഭിച്ചിട്ടില്ല. പോരുവഴി, കിളിക്കൊല്ലൂർ, കുന്നത്തൂർ, ചിതറ, ശൂരനാട് നോർത്ത്, സൗത്ത്, തൊടിയൂർ, മങ്ങാട്, ഉളിയക്കോവിൽ, മൈലം, വാടി, ശക്തികുളങ്ങര, ഇരവിപുരം എന്നിവിടങ്ങളിലാണ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേനൽ മഴ വ്യാപകമായതോടെ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡീസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടും. ജാഗ്രതയും കരുതലുമാണ് പ്രധാനമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഈഡീസ് കൊതുകുകൾ വഴിയാണ് ഡെങ്കിപ്പനി മനുഷ്യരിലേക്ക് പകരുന്നത്. കടുത്ത പനി, കടുത്ത തലവേദന, സന്ധികളിലും പേശികളിലും വേദന, ക്ഷീണം, വിശപ്പില്ലായ്മ എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ആദ്യം തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ ഡെങ്കിപ്പനി ഗുരുതരമാവുകയും ജീവൻ വരെ നഷ്ടപ്പെടുകയും ചെയ്യും. ഡെങ്കിപ്പനി ബാധിച്ച രോഗിയിൽ നിന്നും ഈഡീസ് ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകൾ രക്തം കുടിക്കുന്നതോടെ രോഗാണുക്കളായ വൈറസുകൾ കൊതുകിനുള്ളിൽ കടക്കുന്നു. 8-9 ദിവസങ്ങൾക്കുള്ളിൽ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ പ്രവേശിക്കുന്നു. ഈ കൊതുകുകൾ ആരോഗ്യമുള്ള ഒരാളിന്റെ രക്തം കുടിക്കുന്നതോടൊപ്പം രോഗാണുക്കളെ മുറിവിലൂടെ ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്തി 3-14 ദിവസം കഴിയുമ്പോൾ ലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലും ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്.